ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നാടൻ ചെമ്മീൻ കറിയാണ്. മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് ഞാൻ തൃശ്ശൂർ സ്റ്റൈലാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 10 ചെറിയ ഉള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ ചെറിയൊരു തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടിപ്പോകണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം മതി. ഇപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ പകുതി മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ചെറുതായ കാരണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഞാനിവിടെ ഒരേ അളവിലാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ചെമ്മീനാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ്റെ പുറം ഭാഗത്ത് കറുപ്പ് കളറിൽ നൂല് പോലൊക്കെ ഉണ്ടാകും. അതൊക്കെ എടുത്ത് മാറ്റണം. അത് മീനിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അധികം ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെമ്മീൻ കഴിക്കുമ്പോൾ ഒത്തിരി വയറുവേദനയൊക്കെ വരും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കാതൊന്നും ഇരിക്കരുത്. ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ടൊക്കെ പോകും കേട്ടോ, പുറത്തേക്കൊക്കെ ആവും. അപ്പോൾ തിള വരുന്ന വരെ മാത്രം നമുക്കിതൊന്ന് അടച്ച് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ അതേ നല്ലോണം തന്നെ തിളച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ അവസാനം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കറിക്ക് നല്ല മണമായിരിക്കും, നല്ലൊരു സ്വാദമായിരിക്കും കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 4-5 ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് ഈ ഒരു എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ചിലർക്ക് ഇത്രയും മൂപ്പിക്കണത് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ. താങ്ക്